അവരൊക്കെ നമ്മൾ അത്രയും അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ഒരു ഈ ടീച്ചറൊക്കെ ഞാൻ ഈ പ്രാവശ്യം ഫോട്ടോ എടുത്താണ്, സംസാരിച്ചാണ്. ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ഞാനിത് എഡിറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുമ്പോൾ വളരെ വേദനയുള്ള വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. 9 പേരുടെ മരണത്തിന് കാരണമായ വലിയൊരു അപകടം. ആ സഹോദരൻ പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതിന് ശേഷം ആദരാഞ്ജലി അതേ ഫോട്ടോയ്ക്ക് എഴുതേണ്ടി വരുമെന്ന്. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയും. നമ്മൾ ഷർട്ട് ഇപ്പോൾ ഇടുന്നുണ്ട് അല്ലെ, ഷർട്ടിൻ്റെ ബട്ടൺ. പക്ഷേ ആ ഇട്ട ഷർട്ടിൻ്റെ ബട്ടൺ നമ്മളെ കൊണ്ട് അയക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തതാണ് ജീവിതം. അതേപോലെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ കുളിക്കുന്നുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മളല്ല, നമ്മളെ കുളിപ്പിക്കാൻ വേറെ ആൾക്കാർ വരും, മയ്യത്ത് കുളിപ്പിക്കാൻ. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, കുളിക്കുന്ന സമയത്ത് ഈ കുളിയുടെയും ആ മയ്യത്ത് കുളിയുടെയും ഇടയിലുള്ള ആ ഒരു ജീവിതമാണ് നമ്മുടെ. അതേപോലെ ഷർട്ട് നമ്മളിടുമ്പോഴും ഷർട്ട് അയക്കുന്ന ആ ഒരു സമയം, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. നമ്മൾ ഇന്ന് യാത്ര വണ്ടിയിൽ പോകുന്നു, പക്ഷേ നമ്മൾ കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞാൽ നമ്മളെ യാത്ര കൊണ്ടുപോകും മയ്യത്ത് കട്ടിലിൽ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ യാത്രയുടെയും ആ ഒരു യാത്രയുടെ ഇടയിലാണ് നമ്മളുടെ ജീവിതം. അത് ചിലപ്പോൾ ദിവസങ്ങളാവാം, ചിലപ്പോൾ മണിക്കൂറുകളാവാം, യാതൊരു ഉറപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ചെരുപ്പ് അതിൻ്റെ ബാറിലേക്ക് എങ്ങനെ അടുത്തിട്ടുണ്ടോ അതുപോലെ നമ്മൾ ഓരോരുത്തരെയും മരണം അടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മൾ നിന്നോടൊന്ന് മരിക്കുന്നുണ്ട്, ഉറക്കത്തിലും മരിക്കുന്നുണ്ട്, രോഗം മരുന്ന് മരിക്കുന്നുണ്ട്. എങ്ങനെ, എവിടെ, ആര്, എപ്പോൾ എന്നായിരിക്കും മരണത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം. അതുകൊണ്ട് നമ്മൾ കണ്ണുമുന്നിൽ ഒരുപാട് ഇത്തരം മരണങ്ങളും അപകട മരണങ്ങളും ഹൃദയസ്തംഭനവും ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി, ആ ഒരു മരണത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ എന്നും ഒരുങ്ങണം. യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ചിട്ട്, യാത്ര എന്ന് പറയുന്നത് ഒരു അദാബാണ്. യാത്ര പോകുമ്പോൾ നമ്മൾ എപ്പോഴും ദിക്റിലായും യാത്ര പോകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു മുഖ്രിനീൻ ഇന്നാ ഇലൈഹി റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ദിക്ർ നമ്മൾ എപ്പോഴും യാത്ര തുടങ്ങുമ്പോൾ ചൊല്ലണം. യാത്രയിലുടനീളം സ്വലാത്ത് ചൊല്ലണം. അതുപോലെ അപകടം വരാതിരിക്കാൻ ഒരു രാവിലെ സുബൈ നിസ്കാരം അത് മസ്റ്റായിട്ട് ഫർളിന് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. സുബൈ ജമാഅത്ത് നിസ്കരിച്ചവർക്ക് റബ്ബിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ സുബൈ നിസ്കാരത്തിന് ശേഷം ഒരു ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അന്നത്തെ ദിവസം എന്ത് വലിയ അപകടം നടന്നാലും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു ദിക്ർ ഞാൻ ഈ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് തുടങ്ങുന്ന ഈ ഒരു ദിക്ർ സുബഹി നിസ്കാരത്തിന് ശേഷം യാത്ര പോകുന്ന ദിവസം പ്രത്യേകിച്ചിട്ട് നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ യാത്രയിൽ നല്ല ശരിക്കും ഉറങ്ങിയ ഡ്രൈവർമാർ, ഉറപ്പുവരുത്തണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ. ഇതുപോലുള്ള വലിയ വലിയ ചുരങ്ങളിൽ, അതുപോലുള്ള വലിയ എത്ര വലിയ അപകടമാണ് നടന്നത്, അത്ര താഴത്തേക്കാണ് നോക്കാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത്രയും താഴ്ച, 10 അടി താഴ്ചയിലേക്ക് വീണുപോയി എന്നറിയുമ്പോൾ അവിടെ എന്തായാലും എത്ര വലിയ അപകടം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കുമാർ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. മരിക്കുമ്പോൾ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് പറഞ്ഞ് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല. നമ്മൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമായിരുന്നു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു വിധിച്ച സമയമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പോകണം. പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തരും ഭാഗ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും, അവരൊക്കെ അള്ളാഹിനെ വിളിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അവരെ സംബന്ധിച്ചോരോ അവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുന്നുണ്ടാവും. നമുക്കൊക്കെ ക്ഷമിക്കാനുള്ള, ആ കുടുംബക്കാർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു കരുത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.